പ്രതിഭ എംഎൽഎയുടെ മകനെതിരെ കേസെടുത്തതിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി.കെ. ജയരാജന് സ്ഥലമാറ്റം. വിരമിക്കാൻ 5 മാസം മാത്രം ശേഷിക്കെയാണ് അടിയന്തര സ്ഥലമാറ്റം. മലപ്പുറത്തേക്കാണ് സ്ഥലമാറ്റം. ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതല ഏറ്റെടുത്ത് 3 മാസം തികയും മുൻപാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ഷൈജു ആലപ്പുഴയിൽ നമ്മോടൊപ്പം ചേരുന്നു. ഷൈജു, പ്രതിഭ എംഎൽഎയുടെ മകന്റെ പേര് പത്രങ്ങളിൽ വന്നതാണോ, ചാനലുകളിൽ വന്നതായിരിക്കുമോ ഈ പ്രകോപനത്തിന് കാരണം? നിഷാദെ, ഇദ്ദേഹം ഇവിടെ ചുമതല ഏറ്റെടുത്തിട്ട് വളരെ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് വിരമിക്കുന്നതിനും അധിക കാലം ഇല്ല. അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ മലപ്പുറത്തേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അദ്ദേഹം നിരവധി ലഹരി കേസുകൾ, കുറഞ്ഞ കാലയളവിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ നിരവധി ലഹരി കേസുകൾ, അതോടൊപ്പം തന്നെ ബിനാമി ആളുകൾ നടത്തിയിരുന്ന വിവിധ കള്ളു ഷാപ്പുകൾ അത് കണ്ടെത്തുകയും അവയ്ക്കെതിരെ നടപടിയൊക്കെ എടുക്കുകയും ചെയ്ത് ആലപ്പുഴയിൽ എക്സൈസ് വകുപ്പിന് തിളക്കമുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കവെയാണ് പ്രതിഭ എംഎൽഎയുടെ മകനടക്കമുള്ള ഒരു സംഘത്തിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത ഒരു കേസ് വാർത്തയാകുന്നതും അത് വിവാദമാവുകയും ഒക്കെ ചെയ്യുന്നത്. അത് നിർവഹിക്കുന്നതിനും ഇദ്ദേഹത്തിന്റെ കൈകൾ ഉണ്ടായിരുന്നു എന്നൊരു സംശയം നേരത്തെ തന്നെ ഇവരൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹത്തെ മലപ്പുറത്തേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഈ സ്ഥലം മാറ്റത്തിന് പിന്നിൽ ഉന്നതതല ഇടപെടൽ ഉണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ പോലും തെറ്റു പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്ഥലം മാറ്റമാണ് എന്ന് പറയേണ്ടി വരും. അത്തരമൊരു സ്ഥലം മാറ്റമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, നമുക്കറിയാം, നാളെ പുതുവർഷം പിറക്കുകയാണ്. സാധാരണഗതിയിൽ ലോകത്ത് തന്നെ പുതുവർഷം പിറക്കുമ്പോൾ ഉണ്ടാകുന്ന ലഹരി വേട്ട ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എക്സൈസ് വകുപ്പിന് വലിയ ചുമതലകൾ നിർവഹിക്കേണ്ടുന്ന ഒരു സമയം. ആ സമയത്ത് ഇത്തരം ഒരു വിവാദം ഒരു വകുപ്പിനകത്തൊരു ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിക്കൊണ്ട് നടത്തുമ്പോൾ അത് എത്രമാത്രം ഗൗരവത്തിലാണ് എടുക്കേണ്ടത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എക്സൈസ് വകുപ്പിലെ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥലം മാറ്റുന്നത് ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല എന്ന ഒരു വസ്തുതയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പ്രതിഭ എംഎൽഎയുടെ മകനെതിരെ ഒരു കേസ് വരികയും ആ കേസിനെ തുടർന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ഥലം മാറ്റുകയും ഒക്കെ ചെയ്യുന്നത്, പ്രത്യേകിച്ച് അദ്ദേഹം ഈ കേസിൽ മാത്രമല്ല വിവിധ തരത്തിൽ ഈ ലഹരി കേസുകളും അതോടൊപ്പം തന്നെ ബിനാമി ഇടപാടുകളിൽ നടത്തിയിരുന്ന കള്ളുഷാപ്പ് അടക്കമുള്ളവ കണ്ടെത്തുകയൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗത്ത് ഇത് കൂടുതലായി ഉണ്ടായിരുന്നു. ഇതിൽ പാർട്ടി ആളുകൾ പോലും ബിനാമി ഉണ്ടായിരുന്നു എന്ന ആരോപണം, അതായത് CPM പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് പോലും ബിനാമി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, ഇതിലൂടെ ഒരുപാട് സ്പിരിറ്റ് ജില്ലയിലേക്ക് ഒഴുകുകയൊക്കെ ചെയ്യുന്ന തടയുന്നതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് വരികയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും അദ്ദേഹത്തിന് ഈ സർവീസിന്റെ അവസാന കാലയളവിൽ സാധാരണഗതിയിൽ വകുപ്പുകളിലൊക്കെ തൊട്ടടുത്ത സ്ഥലത്തൊക്കെ തന്നെയാണ് നിർത്തുന്നത്. അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റുമ്പോൾ അത് ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല എന്ന് ആരെങ്കിലും ഒക്കെ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയാത്ത തരത്തിലാണ് ഈ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. നിഷാദ്.